നാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് പുതിയ വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് പ്രചോദനമാണ്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 1 കിലോ. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഉപയോഗിക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, കുറച്ച് കറിവേപ്പില. ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് എല്ലാ പീസിലും പിടിക്കുന്നതിന് വേണ്ടി നന്നായി തിരുമ്മിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്ന മുളകും ഉപ്പും നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി മസാലയെല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ചിക്കൻ പെരട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവോള അരിഞ്ഞതും 1/4 കപ്പ് അരിഞ്ഞ ചുവന്നുള്ളിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. കളറ് മാറുന്നിടം വരെ വഴറ്റിയെടുക്കണം. സവോളയും ഉള്ളിയും വഴന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇവ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവയെല്ലാം നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. പച്ചമുളക് എടുക്കുമ്പോൾ എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ചിക്കൻ നന്നായി വേവിച്ചെടുക്കണം. ഈ സമയത്ത് തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം കേട്ടോ. ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇറച്ചിയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഏകദേശം ഒരു 8-10 മിനിറ്റ് സമയമെടുക്കും ചിക്കൻ നന്നായി വെന്ത് കിട്ടാൻ. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇളക്കി യോജിപ്പിക്കാം. ഇതിനു മുൻപ് ഞാൻ കുറച്ച് ചിക്കൻ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മുകളായി, പെപ്പർ ചിക്കൻ, ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ഗാർലിക് റോസ്റ്റ് എന്നിവ. അവയുടെ ലിങ്ക് ഐക്കാർഡിലും എൻ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ചുകൂടി വരട്ടിയെടുക്കാം. ഞാനിത് 1 മിനിറ്റ് വരട്ടിയെടുക്കുന്നുള്ളൂ. നന്നായിട്ട് വരണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് ഡ്രൈ ആക്കണം.
ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആകും. അപ്പോൾ നിങ്ങളും ഈ നാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്